എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് കേൾക്കുന്ന ആയത്താണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഒരു വാപ്പക്ക് എല്ലാ മക്കളോടും 8 10 4 5 1 2 മക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളോടും ഒരുപോലെ നീതി കാണിക്കണം. നീതിയും സമത്വവും ഒന്നല്ല, തിരിച്ചറിയാൻ കഴിയണം. എനിക്ക് 3 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് 2 മാസമാണ്, ഒരു കുട്ടിക്ക് 2 വയസ്സാണ്, മറ്റൊരു മകനിക്ക് 20 വയസ്സാണ്. 3 മക്കൾക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കുക എന്നത് നീതിയല്ല. 2 മാസമായ കുട്ടിക്ക് 2 സ്പൂൺ പാലാണ് കൊടുക്കുന്നതെങ്കിൽ 2 വയസ്സായ കുട്ടിക്ക് 2 സ്പൂൺ ഭക്ഷണം ചോറാണ് കൊടുക്കേണ്ടത്. എന്നാൽ 20 വയസ്സായ കുട്ടിക്ക് കൊടുക്കേണ്ടത് 2 പ്ലേറ്റ് ചോറ് അവർക്ക് ആവശ്യമായി. അവിടെ നീതി അതാണ്. സമത്വമെന്നാൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക എന്നത്. ചെറിയ കുട്ടിക്ക് 2 സ്പൂണ് പാലേ കൊടുക്കുന്നുള്ളൂ. 20 വയസ്സായ കുട്ടിക്കും ആ 2 സ്പൂണ് പാലേ കൊടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത് കൊടും അനീതിയാണ്. അഥവാ വിവേചനവും വ്യത്യസ്തതയും 2ആണ്. നീതിയും സമത്വവും 2ആണ്. നീതി വേണം, സമത്വം വേണമെന്നില്ല. വിവേചനം പാടില്ല, വ്യത്യസ്തത ഉണ്ടാകാം. ഇവിടെ ഭരണകൂടത്തോട് പറയാനുള്ളത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നീതി കിട്ടണം. മഹാനായ ഷെയ്ഖുന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഇവിടെ പറഞ്ഞു, ഞങ്ങൾ മലപ്പുറം ജില്ല 2 ആക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇവിടെ മലപ്പുറം ജില്ലയിൽ 50,06,075 ആളുകൾ ഉണ്ട് എന്നാണ് പുതിയ കണക്കനുസരിച്ച്. 50,06,415 ആളുകൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ട്. എന്നാൽ മറ്റു പല ജില്ലകളിൽ കാസർഗോഡ്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട 8, 10, 11, 7 ഇങ്ങനെയാണ്. ഇവിടങ്ങളിൽ ഒരു മെഡിക്കൽ കോളേജ്, മലപ്പുറം ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിന് ആവട്ടെ ജില്ലാ ഹോസ്പിറ്റലിന് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചു എന്നു മാത്രം. വേണ്ടത്ര സജ്ജീകരണങ്ങൾ സൗകര്യങ്ങളായിട്ടില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും നീതി കിട്ടണം. അത് പുനഃക്രമീകരണമാവാം, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഓരോരുത്തർക്കും അർഹമാകുന്ന വിധത്തിൽ കിട്ടേണ്ട ആരോഗ്യ സംവിധാനങ്ങളാവണം എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു കാര്യം തിരിച്ചറിയണം, മലപ്പുറം ജില്ലയിൽ ഇത്രയും ജനസാന്ദ്രത കൂടിയത് മലപ്പുറം ജില്ലയിലെ സ്ത്രീകൾ പെറ്റ് പ്രസവിച്ച് പെരുകിയത് കൊണ്ട് മാത്രം അല്ല, മറിച്ച് മലപ്പുറം ജില്ലയുടെ സാഹോദര്യവും മതസൗഹാർദ്ദവും സ്നേഹവുമാണ് അതിന് കാരണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സ്കൂളുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. സ്കൂളിൽ നിന്ന് കുട്ടികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോക്ക് നടത്തുന്നു. ഇല്ലാതിരിക്കാൻ എന്താണ് പരിഹാര മാർഗം? കണ്ടെത്തിയത് 2 ആയിരുന്നു. ഒന്ന്, അത്യാധുനിക സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. മറ്റൊന്ന്, പഠന നിലവാരം മെച്ചപ്പെടുത്തുക. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ
5000 കോടി രൂപ ചെലവഴിച്ച് സ്കൂളുകൾ അത്യാധുനിക സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. 45,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ തുടങ്ങി. കുട്ടികളെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സീറ്റ് കിട്ടുന്നത് നന്നേ കുറവാണ്. അപ്പൊ അതിന് ഫുൾ പാസ് സിസ്റ്റം ഒഴിവാക്കണം. അതൊഴിവാക്കി പരീക്ഷകൾ ക്രമീകരിച്ചു. കഴിഞ്ഞ SSLCയുടെ മുമ്പ് 71,000 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് ഫുൾ A+ ഹോൾഡേഴ്സ് എങ്കിൽ കഴിഞ്ഞ റിസൾട്ടിൽ 60,000 കുട്ടികൾ മാത്രമാണ് ഫുൾ A+ കിട്ടിയത്. 11,000 കുട്ടികൾ മൊത്തത്തിൽ കുറഞ്ഞു. പക്ഷേ മലപ്പുറം ജില്ലയിൽ കുറയുകയല്ല ചെയ്തത്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷത്തേക്കാൾ A+ ഹോൾഡേഴ്സ് വർദ്ധിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് 3,900 കുട്ടികളായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം 4,100 വിദ്യാർത്ഥികളായി ഉയരുകയാണ് ചെയ്തത്. എന്നാൽ ഇത്രയൊക്കെയും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഈ അധ്യയന വർഷം സ്കൂളുകളിൽ കുട്ടികൾ കുറവാണ്. 1.25 ലക്ഷത്തോളം കുട്ടികൾ കുറവാണ്. ഇവിടെയാണ് എല്ലാ ജില്ലകളിലും 2,000-3,000 കുട്ടികളുടെ കുറവാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 10,000 കുട്ടികളുടെ കുറവ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. മലപ്പുറം ജില്ലയിൽ ജനറേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്താണ്? മലപ്പുറത്തിന്റെ സൗഹാർദ്ദവും സാഹോദര്യവും സന്തോഷവും കണ്ട് ധാരാളം ജില്ലകളിൽ നിന്ന്, പല ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറത്തേക്ക് ആളുകൾ വരാൻ ഇഷ്ടപ്പെടുന്നു. എന്തിനേറെ ഇവിടെ എത്തുന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആദ്യമൊക്കെ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, ഇവിടെ പാകിസ്ഥാനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് വരാനും മടിക്കുന്നു. പലരും അപ്പോയിന്റ്മെന്റ് കിട്ടിയാലും ജോയിൻ ചെയ്യാൻ മടിക്കുന്നു. ഇന്ന് ഈ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും സാമൂഹ്യ സാംസ്കാരിക നായകരെയും വിളിച്ചു വരുത്തി സ്നേഹവിരുന്നിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ സ്നേഹവിരുന്ന് കഴിഞ്ഞ് ഇവിടുത്തെ ഉയർന്ന കോളേജിലെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞത്, ഈ വിനീതനോടും പേരോടും സാധുവിരിക്കുമ്പോൾ പറഞ്ഞത്, വളരെ ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടും 1 കൊല്ലത്തേക്ക് ജോയിൻ ചെയ്തില്ല. പക്ഷേ നിർബന്ധിതനായി 1 കൊല്ലം കഴിഞ്ഞ് ജോയിൻ ചെയ്തത്, വരാതിരുന്നത് 1000 ആശങ്കകൾ പ്രചരിപ്പിച്ചത് കൊണ്ടാണ്. എല്ലാം വന്നു കണ്ടു നോക്കുമ്പോൾ 4 കൊല്ലം സേവനം ചെയ്ത് ട്രാൻസ്ഫർ വന്നപ്പോഴും അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല. എനിക്ക് മലപ്പുറം തന്നെ മതി. അങ്ങനെ ഈ മലപ്പുറത്ത് വരുന്ന മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ചോദിക്കണം, മലപ്പുറത്തെ പത്രക്കാരോട് നിങ്ങൾ ചോദിക്കണം, മലപ്പുറത്തെ മുസ്ലിം സഹോദരങ്ങളോട് നിങ്ങൾ ചോദിക്കണം, ഇവിടെ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത്. എന്ന് മാത്രമല്ല, ടൂൾസുകളോട് നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും ജീവിക്കാൻ നല്ല സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ChatGPT നിങ്ങൾക്ക് പറഞ്ഞു തരും, അത് മലപ്പുറം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ടാണ്? മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദമാണ്. ഇവിടെ ആ മലപ്പുറത്ത് 50 ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ 50,06,415 നേരത്തെ ഞാൻ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടൻസ് പരിശോധിക്കുമ്പോൾ 2023 കണക്ക്. എന്നാൽ 2011 നടന്ന സെൻസസ് അനുസരിച്ച് 41 ലക്ഷമാണ്. അതിനേക്കാൾ ഏകദേശം 10 ലക്ഷത്തോളം ആള് കൂടി. എന്നാൽ മലപ്പുറം ജില്ലയിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഗൂഡല്ലൂരിലാണ്. ഗൂഡല്ലൂരിലാവട്ടെ 2011 സെൻസസ് അനുസരിച്ച് 7,35,000 ആയിരുന്നു. ഇപ്പോഴാവട്ടെ 25,000 കുറവ്.
എന്തൊരു മനോഹരമായ നാട് നിങ്ങൾ മനസ്സിലാക്കണം. നീലഗിരി എന്ന ആ പേര് പോലെ തന്നെ നീല പട്ടണിഞ്ഞ മലനിരകൾ, പച്ചപ്പുകൾ നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ. പക്ഷേ ആദ്യകാലങ്ങളിൽ ജനങ്ങൾ അങ്ങോട്ടേക്ക് കുടിയേറിപ്പാക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഈ 12-14 കൊല്ലം കൊണ്ട് പോപ്പുലേഷൻ കുറയുകയാണ് ചെയ്തത്. ഇവിടെയാണ് മലപ്പുറം ജില്ലയുടെ ജനസംഖ്യാ വർധനവ് മലപ്പുറം ജില്ലയിലെ ഉമ്മമാർ പ്രസവിച്ചത് കൊണ്ട് മാത്രം അല്ല. ഏതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ചൈനയായിരുന്നു, നമ്പർ 1. 2ാം സ്ഥാനത്ത് ഇന്ത്യയായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞു 2036-37 ആകുമ്പോഴേക്ക് ഇന്ത്യ നമ്പർ 1 ആകുമെന്നാണ്. എന്നാൽ 2 വർഷം മുമ്പ് ഇന്ത്യ ചൈനയേക്കാൾ നമ്പർ 1 പോപ്പുലേഷനായി മാറി. ഇത് ഇന്ത്യയിൽ പ്രസവിച്ചു പെരുകിയത് കൊണ്ടല്ല, മറിച്ച് ചൈനയിൽ ജനറേറ്റ് കുറഞ്ഞത് കൊണ്ടാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, മലപ്പുറത്തിന്റെ സൗഹാർദ്ദവും മലപ്പുറത്തിന്റെ സാഹോദര്യവും ഒത്തൊരുമയും അതിന് വ്യക്തമായ തെളിവാണ് മലപ്പുറത്ത് കാണുന്ന ഈ വിഭാഗം ആളുകളെയും. ഇന്ന് ഈ നഗര് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങളുടെ പേരിലാണ്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ അധ്യാത്മരായണം രചിച്ച മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ. ഈ നഗര് തുഞ്ചത്തെഴുത്തച്ഛൻ നഗരാണ്. എന്നാൽ ഈ കാണുന്നത് മഖ്ദൂമുമാരുടെ ചിഹ്നങ്ങളാണ്. ഈ കാണുന്ന സ്പീക്കിംഗ് സ്റ്റാൻഡ് മഖ്ദൂമുമാർ രചിച്ച സ്പീക്കിംഗ് സ്റ്റാൻഡാണ്. ഈ നഗറ് ഞങ്ങൾ പേരിട്ടത് മഹാനായ സമസ്തകൾ ജമിയത്തുലമായുടെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മമ്പുറം തങ്ങളും കോന്തുനായും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. മഗ്‌രിബിന്റെ വാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്നത് അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹയ്യ അല സ്വലാ പള്ളിയിലേക്കുള്ള വരവാണെങ്കിൽ അതേ സ്ഥാനത്ത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാനുള്ള സന്ദേശമാണ് ഈ സാഹോദര്യം. മലപ്പുറത്തിന്റെ പൈതൃകം പാരമ്പര്യം മനുഷ്യർക്കൊപ്പമാണ്. പക്ഷേ മലപ്പുറത്തിന് കിട്ടേണ്ടത് അത് പുനർവിഭജനത്തിലാവാം, പുനഃക്രമീകരണത്തിലാവാം, അല്ല എന്തെങ്കിലും സംവിധാനത്തിലാവാം. ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ അവസാനമായി ജില്ല നിലവിൽ വന്നത് 1980, 82, 84. 80-ൽ വയനാട് ജില്ല വന്നു, 82-ൽ പത്തനംതിട്ട ജില്ല വന്നു, കാസർഗോഡ് 1984-ൽ വന്നു. ഈ 41 കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിൽ പുതിയ ജില്ലകളൊന്നും വന്നിട്ടില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലാവട്ടെ ഇന്ത്യയിൽ ഈ 40 കൊല്ലങ്ങൾക്കിടയിൽ 7 പുതിയ സംസ്ഥാനങ്ങൾ വന്നു. 174 ജില്ലകൾ ഇന്ത്യയിൽ പുതുതായി വന്നു. ഓരോന്നിൻ്റെയും കണക്ക് ആധികാരികമായി കൈവശമുണ്ട്. പക്ഷേ ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം ആണ് ഞാനിത് പറയുന്നത്. ആകെ 28 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. 1980 ശേഷം 7 പുതിയ സംസ്ഥാനങ്ങൾ വന്നു, 174 പുതിയ ജില്ലകൾ വന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ പുനഃക്രമീകരണത്തിലൂടെയോ അല്ലെങ്കിൽ തുല്യമായ നീതിയിലൂടെയോ ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും സാക്ഷരത, എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ലഭിക്കണം. അവരെല്ലാവരും ആരോഗ്യ രംഗത്ത് അവർക്ക് സമഗ്രമായ പരിരക്ഷ അവർക്ക് ലഭിക്കണം. 8 ലക്ഷം ആളുകളുള്ളവർക്ക് ഒരു വലിയ മെഡിക്കൽ കോളേജ്, 50 ലക്ഷം ആളുകളുള്ള ഈ പ്രദേശത്തിനും ഒരു മെഡിക്കൽ കോളേജ്, അത് നീതിയാണോ? നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ 60 കുട്ടികളാണ് ഇരിക്കുന്നത്. മറ്റു ജില്ലകളിലാവട്ടെ 30-40 കുട്ടികളാണ് ഇരിക്കുന്നത്. ഇത് നീതിയാണോ? ഇവിടെയാണ് അസമത്വങ്ങൾ സാമൂഹികമായും പ്രാദേശികമായും അസമത്വങ്ങൾ പരിഹരിക്കാൻ
അടുത്ത ബജറ്റിൽ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത്, തിരൂർ അർബുദ ചികിത്സാ കേന്ദ്രം അത് തുടങ്ങി 2012 തുടങ്ങിയതാണ്. പക്ഷേ ഇന്ന് വരെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് എത്തിയിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അർബുദ രോഗികളുള്ള ജില്ലയാണ് മലപ്പുറം. അതിൽ തിരൂരിൽ തുടങ്ങി 12 കൊല്ലമായി ഇതുവരെ അത് പൂർണ്ണ സജ്ജമായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ സജ്ജമാക്കണം. മറ്റൊന്ന്, മലയാളം സർവകലാശാല അത് 2012 തുടങ്ങിയെങ്കിലും ഇപ്പോഴും തുഞ്ചൻ കോളേജിന്റെ താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം കാണണം. മറ്റൊന്ന്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെന്റർ അത് തുടങ്ങിയെന്നല്ലാതെ അത് വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല. ആയതുകൊണ്ട് ഇത്യാദി വിഷയങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടം പരിഹാരങ്ങൾ കണ്ട് നീതി ഇവിടെ നടപ്പിൽ വരുത്തണം. ഇന്ത്യയിലെ പൗരന്മാരിൽ മറ്റ് എല്ലാവരും നൽകുന്ന പോലെ നികുതിയും നൽകേണ്ടതെല്ലാം നൽകുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു ജില്ല മാത്രമല്ല, കേരളത്തിലെ പല ജില്ലകളും, കാസർഗോഡ്, കണ്ണൂർ, അതുപോലുള്ള എറണാകുളം, തിരുവനന്തപുരം, അങ്ങനെ മൊത്തം 14 ജില്ലകൾ, അത് പല ഇഷ്ടം പോലെ, ഗവൺമെന്റിന് ഇഷ്ടം പോലെ, ജനങ്ങൾക്കെല്ലാം വികസനം ലഭിക്കണം. അത് 15, 16, 17, 18 എല്ലാവർക്കും തുല്യമായ രൂപത്തിൽ നീതി കിട്ടുന്ന രൂപത്തിൽ ആവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.